കരോളില്ലെന്ന് ലവ ഇപ്പൊ നമ്മള് കയറിയത് പോകുമ്പോ ലവ മറ്റേ പെണ്ണിനോടൊപ്പം കിന്നരിച്ച് കിടക്കും മയില്. റേഡിയോ കയറാനുള്ള മര്യാദ ഇല്ലടാ അവന്. റേഡിയോ കയറാനുള്ള ഒരു മര്യാദ ഇല്ലേ? നീ ഇവിടെ ഉണ്ട് ഏതാ കായപ്പരിക്കുന്ന ഒരു വണ്ടി കിട്ടി, ഞാൻ എടുത്തോണ്ട് വരുന്നത്. കായപ്പറിക്കുന്ന വണ്ടി കിട്ടിയാ? ഇപ്പഴാ കിട്ടിയത്? ഇപ്പഴാണ് കിട്ടിയത്. പിന്നെ കായപ്പരിക്കൽ നിന്റെ തണ്ട കൊണ്ടുവരുമോ വണ്ടി? അവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ ഞാനുണ്ട്, നിന്റെ മോൻ ഉണ്ട്, നിന്നെ നീ പഴിപ്പിച്ചുണ്ടാക്കിയ മോൻ ഉണ്ട്. ബസ്സൊക്കെ വന്നേട്ടോ, ബസ് വന്നേ, ബസ് കയറാക്കി. ബസ്സിൽ സ്ഥലം ഉണ്ടോ? ഹലോ എടാ, ഇവിടെ നിന്നെ സരക്ക് അന്വേഷിക്കുന്നു. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ദൈവത്തിന് അറേഞ്ച് ചെയ്യോ? പറഞ്ഞു തരാം. ഓ ഞാൻ അറേഞ്ച് കേട്ടാ. നീ അങ്ങനെ വലത്തണ്ട, വെയിറ്റ് പുണ്ടച്ച് അവന്റെ ഡിമാൻഡ് ഇടാക്ക ഇന്ന് തീർത്ത് തരാല്ലേ. ഇപ്പൊ വെയിറ്റ് സരക്ക്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നൈസായിട്ട് കുത്തിക്കൊല്ല അവനെ. എന്നിട്ട് തെറ്റി തെറിയോടെ കൊല്ലുവല്ല അവനെ. അത് നമുക്ക് ദൈവത്തിന്റെ കെഞ്ചിയെങ്കിലും മാറ്റിത്തരാൻ പറയാം. ഒരു അത്യാവശ്യത്തിനാണ് പറയാം. കത്തിപ്പോയതല്ലേ, അതുകൊണ്ട് നമുക്ക് മാറ്റിത്തരാൻ പറയാം. ഹലോ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ മറ്റേ അവിടെ ബർത്ത്ഡേ ഇവന്റിന് പോയതാണ്. കായപ്പുറക്കില്ല. ഇപ്പൊ ഒന്ന് ഇങ്ങോട്ട് വലിക്കോ ബാബു. ഇങ്ങോട്ട് വലിക്കണോ? ആ ഇങ്ങോട്ടൊന്ന് വലിക്കോ. അവിടെ പെട്ടുപോയതാണ്. പിന്നെ വണ്ടിക്കകത്താ വലിച്ച വണ്ടി മൊത്തത്തിൽ ഇങ്ങോട്ട് വരും. കുഴപ്പമില്ല. എല്ലാം നമ്മളോടുള്ളതാണ്. എല്ലാം നമ്മളോട് കുഴപ്പമില്ല. ഇല്ല ഒരു സീനും ഇല്ല. ധൈര്യം വലിച്ചു. ആരൊക്കെയാണ് വണ്ടിയിൽ? ഒന്ന് ഇറങ്ങിയേ. അച്ഛനാ എന്റെ? അല്ല നിന്റെ ബാബു ബസ് എവിടെ? ബാബു കുറങ്ങിയതാണല്ലേ. ഈ പാണ്ടി കള്ളം മാത്രമേ പറയുള്ളൂ ഇപ്പൊ. ചന്ദ്ര ഇവരുടെ ഈഗോ കാണിക്കരുത്. ചുമ്മാ അനാവശ്യം. ഞാൻ വല്ലതും പറഞ്ഞു, ഞാൻ ഉള്ളവരെ ലിസ്റ്റ് ഫുള്ള് പറഞ്ഞു നേരത്തെ. കള്ളത്തരം. എന്റെ പൊന്ന് ബാബു, നീ എന്റെ അടുത്ത് ഈ കള്ളം പറയുന്ന എന്തിനാണ്? ആവണിയോട് കുറച്ചു നേരം സംസാരിക്കണ പറഞ്ഞാൽ നമ്മൾ വല്ലതും പറയോ? നീ സംസാരിക്കാൻ പറഞ്ഞാ പോലെ. നീ എന്നാണ് സിറ്റി കയറിയിട്ട് വീട്ടിൽ ആക്രാന്തം കാണിക്കുന്നത്? എന്തോ പറഞ്ഞോ? മനുഷ്യന്മാരായ കുറച്ചെങ്കിലും ആക്രാന്തം കാണിക്കില്ല. ഇങ്ങനെ ഇതിലും വലിയ ആക്രാന്തം ഭൂമി പോയതിനെ നമ്മളൊരു പട്ടിയെ ഒന്നും നിന്നെ തോടാടെ നിന്നെ. ചന്ദ്ര നീനിപ്പോ എത്ര അലച്ചാലും ചന്ദ്ര എത്ര അലച്ചാലും കാര്യമില്ല. ചന്ദ്ര എന്തൊരു കാര്യം? ഞാൻ ഇവിടെ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ബാബു നമ്മളടുത്ത് കാണിക്കണല്ലോ. നമ്മളൊക്കെ ഒറ്റപ്പെടുത്തല്ലേ. ബാബു സിറ്റി കയറപ്പോ നമ്മളെ ഇറങ്ങുന്ന പറഞ്ഞിട്ടായിരുന്നു. നീ കേട്ടായിരുന്നു ഇവൻ പോണെന്ന് പറഞ്ഞത്? കേട്ടായിരുന്നു? ഞാൻ കേട്ടില്ല. സത്യമായിട്ടും കേട്ടില്ല. കേട്ടെങ്കിൽ പിന്നെ ചോദിക്കൂലല്ലോ. ചോദിക്കൂലല്ലോ. ചന്ദ്ര ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഓരോരുത്തർ ഉണ്ടാക്കിയിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സോൾവ് ചെയ്താൽ മതി എനിക്ക് ലാസ്റ്റ്. അല്ല ആയാലും സോൾവ് ചെയ്താൽ മതി ചന്ദ്ര. ഇതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ബാബു നീ ഇപ്പൊ കാണിക്കുന്ന പോലെ പോയ പ്രശ്നമാവും. ഒരു കുഴപ്പമില്ല ചന്ദ്ര, ഒരു കുഴപ്പമില്ല. എന്റെ റൂമിൽ നിന്ന് പിടിച്ചില്ല ചന്ദ്ര ഒരു പെണ്ണിന്റെ കൂടെ. അപ്പൊ അതുവരെ നീ എന്നെ വിട്ടുപോയി. நீ இவ்வளவு வாத்திருக்க அந்த குழந்தைய பார்த்து பாடி அங்க பாரு. അവിടെ പൂ കൊടുക്കുന്നു പഴുത്ത കറക്കാൻ. റോസാപ്പൂ എവിടെ? നിന്റെ മൂലത്തിൽ കയറ്റിയാ നീ ആ റോസാപ്പൂ? പറയുന്നില്ല എവിടെ കയറ്റിയാ റോസാപ്പൂ? ഇപ്പൊ കയ്യിലിരുന്ന റോസാപ്പൂ എവിടെ? റോസാപ്പൂ എങ്ങനെ? അണ്ണ എനിക്ക് സങ്കടം ബോധിപ്പിക്കാനുണ്ട്. ഞാൻ മുതുക്ക് റിപ്പയർ വരാം. ചന്ദ്രബോസും അതിൽ പങ്കാളിയാവണം. അതിൽ പങ്കാളിയാവണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി.
ഇവ എന്റെ അടുത്ത് ഞാൻ ചോദിച്ചാടാ, ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചാടാ സുനിമോ ഇവിടെ ഞാൻ പറയണേ പിറകില് ബസ് ഓടിച്ചു വരുന്നത് അവൻ പറയണ്. ആ ഫ്രണ്ടില് യൂറോപ്പില് പ്രീമിയം കാറിൽ പോയിട്ട് ബാക്കി മറ്റേ ബസ്സിൽ ചുവട മറ്റേ ഇതാക്കി വിട്ടേക്കണം, ടിക്കറ്റ് എടുത്ത് വിട്ടേക്കണം. ആ നീ വാ ഇപ്പം ഭയങ്കര കള്ളം മാത്രമേ നമ്മുടെ അടുത്ത് പറയുന്നുള്ളൂ, മനസ്സിലായില്ലേ? നമ്മൾ എന്തോ വെച്ചാൽ കള്ളം മാത്രമേ പറയുന്നുള്ളൂ. அவன ചോദിക്കും എന്തിനാ കള്ളം പറഞ്ഞ നമ്മുടെ അടുത്ത്. நிஜமா சொன்னா the thing is நான் கூட நடக்கும்போது இவ்ளோ பிரச்சனை இருக்கு. ஆனா எப்போ சந்திரன் சொன்னானே இவன் ஏன் புள்ளதான்னு அப்போல എന്നിട്ട് അവൻ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞിട്ടോ അങ്ങനെയല്ല. ആവണി നമ്മളിപ്പം ആവണി എടുത്ത് ബാബുവിന് സംസാരിക്കണം എന്നാണെങ്കിൽ എന്റെ അടുത്ത് നമ്മുടെ അടുത്ത് പറയണം, അണ്ണ ആവണിയായിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് വരാം, അണ്ണ പോയിട്ട് വരാണെന്ന് പറഞ്ഞിട്ട് പോയാൽ നമുക്കത് ഫീൽ ആവില്ല. ഞാൻ പറയട്ടെ ഫുള്ള്. ഇത് പക്ഷെ ഒന്നും പറയാതെ കള്ളത്തരവ് പറഞ്ഞ് കോട്ടും സൂട്ടും മാറി വേഷവും മാറി അങ്ങ് അതാണ് മറ്റേ വീട്ടിലുള്ള വേലക്കാരന്റെ പണി ഡ്രസ്സും മാറ്റി മറ്റേ ചുള്ളലെ പോലെയൊക്കെ ഇറങ്ങും, മനസ്സിലായില്ലേ? എന്നിട്ടൊക്കെ ഇറങ്ങും. എന്നിട്ട് അല്ല നമ്മളൊക്കെ ഈ നോർമൽ ഡ്രസ്സല്ലേ ബാബു ഇട്ടേക്കുന്നത്. നീ മറ്റേ കാറ്ററിംഗ് ഡ്രസ് ഇട്ടിറങ്ങിയ ഡാഷ് ഇട്ടാണ് കാറ്ററിംഗ് ഡ്രസ് ഇട്ട. അതിന്റെ കൂടെ അതിന്റെ നെഞ്ചത്തൊരു വജ്രം ഉണ്ടോ? എന്തിനാണ് വെച്ചിരിക്കുന്നത്? നെഞ്ചിലെന്തിനാണ് പറഞ്ഞു നോക്കിയിട്ടിരിക്കുന്നത്? നെഞ്ചിലെന്തിനാ ഈ പറഞ്ഞു നോക്കിയിട്ടിരിക്കുന്നത്? അതെന്തിനാണ് നെഞ്ചിലെ ഒരു കുടുക്കിട്ടിരിക്കുന്നല്ലേ നോക്കി? ഞാൻ പറഞ്ഞുതരാം. നീ പറഞ്ഞു അണ്ണ ഞാൻ ബസ്സിൽ വന്നോണ്ടിരിക്കുന്നു, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, നിന്റെ മോനുണ്ടെന്ന് നീ ചന്ദ്രൻ പറഞ്ഞു, രാവണി ഉണ്ടെന്ന് പറയാൻ എന്ത് പറ്റും? നിനക്ക് പറഞ്ഞ നമ്മളല്ലേ ചെയ്യുമായിരുന്നു? ഇവനായോണ്ടാണ് പറയാത്തത്. ഞാൻ അണ്ണനാണെങ്കിൽ പറഞ്ഞതാണ് ഇവ ഒരു വെസിറ്റിയാണ്, അതുകൊണ്ടാണ് പറയാത്തത്. വേണ്ട, എനിക്ക് നിന്റെ അടുത്ത് പറയാൻ താല്പര്യമില്ല. ആവണി ഈ പ്രശ്നം ഇതാണ്. പാവുടാ പുണ്ടച്ചി മര്യാദ പറഞ്ഞേട്ടാ, പാവുടാ പുണ്ടച്ചി മര്യാദ കള്ളം പറയാനാണോ തുടങ്ങുന്നത്? എന്നോട് അണ്ണാതാ നീ മാത്രം ഒറ്റയ്ക്ക് പോലും മനസ്സിലായില്ലേ? ഞാനൊരു കാര്യം പറയാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല ആവണി, നിങ്ങൾ സംസാരിക്കുന്ന മിണ്ടുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോ കള്ളം പറയില്ല, എനിക്ക് അത് മാത്രം ഇഷ്ടമല്ല. കള്ളം പറഞ്ഞിട്ട് പറ്റേ அவன் இவன் வந்து காந்தி மகான் அல்ல, இவன் வா திறந்தா போய் மட்டும் தான் சொல்லும். அது உங்ககிட்டே சொல்லு. ഇന്ന് ഡ്രസ് നമ്മൾ ഊമ്പിച്ചിട്ട് കൊണ്ടുപോകും. കാര്യം പറയട്ടെ, ബാഗിൽ അതാണ് ചന്ദ്ര ചന്ദ്രക്ക് എന്താണ് ചെറുക്ക അവിടെ കളി സെറ്റാക്കാറായിട്ടാ. അവിടെ എനിക്കൊരു കാര്യം കൂടി പറയണ്ട. അവിടെ ഞാൻ ഇല്ല ഇവിടെ ചന്ദ്ര അല്ലെ ഞാനേ വിളിക്കാം. ചന്ദ്ര ഞാൻ പറഞ്ഞേക്കോ, ചന്ദ്ര പറഞ്ഞേക്കോ. അല്ലെ ഇല്ല അല്ലെ ചന്ദ്ര ഞാൻ പറഞ്ഞത്. അവിടെ ഒരു കാര്യം കൂടി പറയണ്ട. ഇല്ലല്ല ആവണി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആവണീനെ ബാബു ഇപ്പൊ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. വർഷങ്ങളായിട്ട് ഇത് വേറെ ബാഡായിട്ട് എടുക്കല്ലേ, ആദ്യമേ പറയണം. വർഷങ്ങളായിട്ട് ബാബുവിന്റെ കൂടെ എപ്പോഴും കൂടെ നടക്കുന്നതാണ് ചന്ദ്രൻ. അപ്പം ഞാൻ അവന്റെ അണ്ണനാണ്, അതുകൊണ്ട് അവന് എൻ്റെ അടുത്തൊരു സ്പെഷ്യൽ കാര്യമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും ചന്ദ്രന് ഇങ്ങനെ അവോയ്ഡ് ആക്കുന്നത് ശരിയാണോ? ഇപ്പൊ ഒരു കാര്യം വരുമ്പോ അവന്റെ ഒരു കാര്യത്തിൽ നിന്ന് അവനും അറിയണ്ടേ? നീ അമേരിക്ക പ്രസിഡന്റ് അല്ലേ? ഒന്നും ചെയ്യാത്ത എന്നെ ബസ് കയറ്റി വിടണം. അതെന്തിനായിരുന്നു കണ്ട? അതാ സ്വന്തം അനിയനെ ബസ് കയറ്റി വിട്ടിട്ട് ഇതാട്ടെ ഈ തെണ്ടി ചെറുക്കന് വഴിയെ പോയ കഴുകര വരെ കയറ്റി. നേരൊക്കെ പോയി, ഞാനാണ് വിളിച്ച് കൂവിയത്. നിർത്ത് സ്റ്റാഫ്. പറഞ്ഞല്ല ബാബു, അവനെ അങ്ങനെ ഒരിക്കലും പറയല്ല. അത് എന്തൊക്കെ പറയാലും അവൻ അവന്റെ ബ്രദർ ആണ്, ബാബുവിന്റെ ബ്രദർ അല്ലേ ചന്ദ്രൻ. അപ്പൊ ബാബുവിന്റെ അടുത്ത് ചന്ദ്രന്റെ അടുത്ത് പറയുന്നത് நான் வந்து சரி நேத்திக்கு வந்த யாரோ ஒரு ஆளு. അയ്യോ അങ്ങനെയല്ല പറഞ്ഞത്. எப்பவுமே
ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. நான் ஜெனுவினா சொல்றேன். இவருக்கு see I understand எங்க நடுவுல ஏதோ இருக்கு, அது இருக்கும் போயிடும், இப்ப நாளைக்கு வரும், இருக்குமாது கூட தெரியாது. வேற ஏதா பொம்பளை வந்து அவங்க முன்னாடி போனா கூட தெரியாது. கரெக்டா? മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അവര് കുഴപ്പമില്ല. താരനെ പോലെ മറ്റേ അന്തല്ല. வருஷமா கூட இருக்கும்போது இவரு see எனக்கு ஃபேமிலினா என்னோட ஜீவன், அது யாராவே இருக்கணும். அண்ணாவா பாட்டா அந்த மாதிரி நான் உங்களை அண்ணாவா ரெஸ்பெக்ட் பண்றேன். அவரும் அதே மாதிரி இருக்கணும்னு தான் என்னோட ஆசை. ആരാണ്? അണ്ണനും ഞാൻ തമ്മിലുള്ള ബോണ്ട് അത് എപ്പോഴും നിൽക്കണം. ഇത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്. காரியம் சொல்றேன். எனக்கு ஒரு ரிலேஷன் இருந்துச்சு. எவன் வந்து எவன்ட ஸ்திரம் ஜோ என்ன தெரியுமா? കുളന്തോണ്ടൽ കുളന്തോണ്ടൽ, കുഴി തോണ്ടൽ, റിലേഷൻ എപ്പോഴൊക്കെ അലീന വന്നിട്ട് ഇപ്പൊ മിണ്ടാത്തത് അലീനയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടോ. ഓ നീ ഒന്ന് തോണ്ടിനല്ലേ സരക്കിനറിയാലോ എന്തൊക്കെ ചെയ്യണമെന്ന്. ബാബു വിഷം കുത്തിയിട്ടാ കൊണ്ടുപോകും. ഞാൻ അലീനയുടെ കാര്യത്തിലൊന്നും ഒരു വിഷം കുത്താ. ചന്ദ്ര ഞാൻ നിന്റെ കാര്യത്തിൽ ഒരു വിഷം കുത്താ വന്നിട്ടുണ്ടോ? ഞാൻ ചെയ്യാത്ത കാര്യം എന്നെ കൊണ്ട് ചെയ്യാത്ത. ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിന് ഞാൻ ആകെ എന്തേലും വല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ വരെ പറഞ്ഞ വാസുവിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ചന്ദ്ര എന്തെങ്കിലും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. അവണിയുടെ കളറോട്ട് മാച്ച് വേണ്ടിട്ടാണോ ബാബു ഈ കളറാക്കിയ? എന്റെ ഹെയർ കളർ ഇങ്ങനെ ഇപ്പൊ ഇത്രയും കാലം നിങ്ങൾ എന്റെ കാര്യം പോലും ശ്രദ്ധിക്കുന്നില്ലായിരുന്നല്ലേ? ഇല്ല നീ കുളിച്ചപ്പോ കളർ പറയുകയാണ് തോന്നുന്നു. ഇത്ര അസ്ഥിക്ക് പിടിച്ച പ്രേമോളെ ഞാനും ചെയ്യില്ല. നമ്മളൊന്നും പറഞ്ഞില്ലടാ അവന്റെ അടുത്ത്. என்ன சொல்ற சாடா இது பண்ணதுலாம் சொல்றா, உன்கிட்ட இருக்கிறது பாசத்துனால சொல்றா. ഓ എന്നെ ബസ്സിൽ ഏറ്റിട്ട് വേഗം ഫ്രണ്ടിൽ വെച്ച് പുഷ് ബാക്ക് സീറ്റ് நீ அவங்க கிட்ட போய் சொன்னா நீ எங்கிட்ட வர்றதுல ഞാൻ പോയി சொன்னிருந்தா ഞാൻ ഒരിക്കൽ പറ്റി ഒരു അബദ്ധം പറ്റി. അണ്ണന്റെ അടുത്ത് പാട്ട് പാടാൻ വന്നപ്പോ ഞാൻ അണ്ണം പറയുന്നോണ്ടാണ് എനിക്ക് ബാക്കിയാരും പറയുമ്പോ അണ്ണം പറയുമ്പോ ചില സമയങ്ങളിൽ അങ്ങനെ വിഷമം വരാറുണ്ടാണ്. അപ്പുറത്ത് തവിയാടോ ചുമ്മാ ചന്ദ്ര ഇമോഷണൽ അല്ലേ? ഇല്ല കുഴപ്പമില്ല. ബാബു എന്തായാലും ഇല്ലടാ, നിനക്ക് ഇത്ര അസ്ഥിക്ക് പിടിച്ച പ്രേമം അറിഞ്ഞു വരുന്നല്ലേ? ഇത്രയും നിങ്ങൾ നടക്കട്ടെ, നമ്മളിനി ഒന്നും പറയാൻ പറ്റുന്നില്ല. സിറ്റി വന്നാ ഞാൻ വിളിക്കത്തോടില്ല ബാബു നിന്നെ. നീ എവിടെ ഉണ്ട്? എന്താ നിങ്ങളൊരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ, எப்பவுமே பாபு നിങ്ങളിങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ആവട്ടെ. മിഡിൽ എനിക്ക് വരണോന്ന് ഒരു ഇൻട്രസ്റ്റ് கிடையாது. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് കേട്ടിട്ടോ. അയ്യോ അഭിനയം ഈട്ടമാരി അറിയാൻ മുന്തല് ചാണാമാരി അറിയട അവന്റെ പുറത്ത്. അവിടെ വരെ പോകും. ഇപ്പൊ ആവണി ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങനെ ഒരു പ്രശ്നമില്ല ആവണി. ആവണി ഞാനൊരു കാര്യട്ടെ. ആവണി ഇപ്പം ബാബുമായിട്ട് നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പിലാണ്. അപ്പൊ നിങ്ങളെ ഞാൻ പറയട്ടെ കടയല്ല, ഞാൻ പറയട്ടെ. ഇൻ കേസ് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ആവുകയാണ് എന്ന് വിചാരിച്ചോ, ഒരു അണ്ണൻ എന്നുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഒരു അനിയൻ എന്നുള്ള രീതിയിൽ നമ്മൾക്കത് അറിയുമ്പോൾ നമ്മുടെ അടുത്ത് പറയാതിരുന്നാൽ നമുക്ക് ഫീൽ ആവൂലേ? അത്രേ ഉള്ളൂ. നമ്മളെ മാറ്റി നിർത്തുന്നതിന് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. അല്ല നിങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നതിന് ഈവൻ ഇഫ് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നമില്ല. മനസ്സിലായി? നമ്മുടെ അടുത്ത് അത് എല്ലാം മറച്ചു വെക്കുന്നതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇപ്പൊ ആവണിയെ കാണാൻ പോകണം, നമ്മുടെ അടുത്ത് പറയാലോ ഞാൻ അണ്ണ ആവണിയെ കാണാൻ പോകണം, അല്ലെ ചന്ദ്ര ആവണിയെ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് പോകാലോ. അത് പറയാതെ പോണത് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ.